ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇത് നമ്മുടെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ആൾറെഡി 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് തേർഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓർഡർ ആൻഡ് സൈസ് ഓഫ് എ ഗ്രാഫ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഗ്രാഫ് എന്താണ്, ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ, എക്സാമ്പിൾസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫൈനൈറ്റ് ഗ്രാഫ് എന്താണ്, ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്താണ്, ഐസൊലേറ്റഡ് വെർട്ടെക്സ്, ട്രിവിയൽ ഗ്രാഫ്, നൾ ഗ്രാഫ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ തേർഡ് വീഡിയോ എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഡെഫിനിഷൻ ചോദിച്ചാലും അതിൻ്റെ കൂടെ എക്സാമ്പിളും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ ഡെഫിനിഷൻ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കൂടുതലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഓർഡർ ആൻഡ് സൈസ് ഓഫ് എ ഗ്രാഫ്. അപ്പോൾ ഓർഡറും സൈസും നമുക്ക് അറിയണമെങ്കിൽ ആദ്യം ഒരു ഗ്രാഫ് വേണം, അല്ലേ? അപ്പോൾ ആ ഗ്രാഫിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ആ ഗ്രാഫിൽ വേർട്ടിസസ് ഉണ്ടാവണം, എഡ്ജസ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അപ്പോൾ അന്നേരം നമ്മൾ എടുക്കുന്ന ഗ്രാഫ് ഒരു ഫൈനൈറ്റ് ഗ്രാഫും കൂടി ആയിരിക്കണം. അപ്പോൾ ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസും ഫൈനൈറ്റ് ആയിരിക്കണം, നമ്പർ ഓഫ് എഡ്ജസും ഫൈനൈറ്റ് ആയിരിക്കണം. അതാണ് ഫൈനൈറ്റ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അത് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ജി ഈക്വൽ ടു ബി കൊമ ഇ ബി എ ഫൈനൈറ്റ് ഗ്രാഫ്. ജി എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൻ്റെ നൊട്ടേഷൻ ആണെങ്കിൽ അതിൽ വി എന്ന് പറയുന്നത് വേർട്ടിസസ്, ഇ എന്ന് പറയുന്നത് എഡ്ജസ് ആയിരിക്കണം. അത് ഒരു ഫൈനൈറ്റ് ഗ്രാഫ് ആയിരിക്കണം. അപ്പോൾ വി ഓഫ് ജി ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് ഗ്രാഫ്. അപ്പോൾ ഓർഡർ ഓഫ് ഗ്രാഫിനെ തന്നെയാണ് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ്. അപ്പോൾ വി ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ് എന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെ? നമ്പർ ഓഫ് വേർട്ടിസസ്. അപ്പോൾ ഇതിനെ പറയുന്നത്, അതായത് ഇതിന് വേറൊരു നൊട്ടേഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയാറുള്ളത്. അതായത് കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് വേർട്ടിസസ്, ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ. അപ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ വി ഇസ് ഡിനോട്ടഡ് ബൈ ദിസ് നൊട്ടേഷൻ ഓൾസോ. So this is equal to how many number of vertices are here? So it is denoted as the number of vertices is equal to 5. അപ്പോൾ നമ്മുടെ കയ്യിൽ അതായത് ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ വേർട്ടിസസ് ഉണ്ടാവണം, എഡ്ജസ് ഉണ്ടാവണം. പിന്നെ ഓർഡർ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ്, അതായത് കൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതേപോലെ ഇ ഓഫ് ജി അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് എഡ്ജസ് എന്ന് പറയുന്നതാണ്, അതായത് നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ സൈസ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്. സോ ഓർഡർ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസ്, അതുപോലെ സൈസ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ ബി ഈക്വൽ ടു, നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുവാണ്. അപ്പോൾ ആ ഗ്രാഫിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ദിസ് ഇസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ജി ഈക്വൽ ടു വി കൊമ ഇ. ഞാനിങ്ങനെ ഒരു നൊട്ടേഷൻ ഇട്ട് കൊടുക്കുവാണ്. അന്നേരം ഞാനിവിടെ 5 വേർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ V1, V2, V3, V4, V5. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഈ വേർട്ടിസസ് വി എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ, ദാറ്റ് മീൻസ് ദ കളക്ഷൻ ഓഫ് ഓൾ ദ വേർട്ടിസസ്. സോ ദ കളക്ഷൻ ഓഫ് ഓൾ ദ വേർട്ടിസസ് എന്ന് പറയുമ്പോൾ V1, V2, V3, V4, V5 എന്ന് എഴുതും. അതേസമയം നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഓർഡർ ഓഫ് ജി. അപ്പോൾ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ഇങ്ങനെയും എഴുതാം, മോഡുലസ് ഓഫ് വി, അതായത് കാർഡിനാലിറ്റി ഓഫ് വി എന്ന് പറഞ്ഞും എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ഹൗ മെനി വേർട്ടിസസ് എന്ന് നോക്കണം. അപ്പോൾ എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? 5 വേർട്ടിസസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 5. ഇനി എസ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്താണ്? സൈസ് ഓഫ് എ ഗ്രാഫ് ജി. എസ് ഓഫ് ജി എന്നാൽ സൈസ് ഓഫ് എ ഗ്രാഫ് ജി. അതിനെ നമ്മൾ പറയുന്നത് ഇങ്ങനെയും പറയാം, കാർഡിനാലിറ്റി ഓഫ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു എത്ര എഡ്ജസ് നമുക്കിവിടെ വരുന്നുണ്ട്? ടോട്ടലി ഇതാ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം 5 എഡ്ജസ്. അപ്പോൾ ഓർഡർ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസ്, സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഞാനിവിടെ 1-2 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്രാഫ് ഞാനിവിടെ വരച്ചിരിക്കുവാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് G1, G2, G3. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഗ്രാഫിൻ്റെ നമുക്ക് ഓർഡർ ഓഫ് ദ ഗ്രാഫും സൈസ് ഓഫ് ദ ഗ്രാഫും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ വി ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ്. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ് എന്ന് പറയുന്നത് എന്താണ്? V1,
V2 and V3. അതേപോലെ എഡ്ജസ് E ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ്. ദാറ്റ് മീൻസ് അത് ഏതൊക്കെയാണ്? E1, E2, E3 എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ ഓർഡർ ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് V, അതേപോലെ കാർഡിനാലിറ്റി ഓഫ് എഡ്ജസിനെയാണ് സൈസ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വെർട്ടിസസ് നമുക്കിവിടെ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഇവിടെയും 3, കാരണം 3 നമ്പർ ഓഫ് വെർട്ടിസസ് 3 എഡ്ജസ്. നമുക്ക് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ അടുത്ത ഗ്രാഫ് G2 എടുക്കാം. G2ൽ നമുക്ക് ഓർഡർ ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ദ കാർഡിനാലിറ്റി ഓഫ് V. കാർഡിനാലിറ്റി എത്രയാണ്? ഹൗ മെനി വെർട്ടിസസ്? 1 2 3 4. ഞാനിവിടെ ഒരു ചേഞ്ചിന്, അതായത് എപ്പോഴും നമ്മൾ V1 V2 V3 എന്ന് തന്നെ മാർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അന്നേരം ഞാൻ അതാണ് 1 2 3 4 എന്നും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ABC എന്ന് മെൻഷൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചേഞ്ചിന് 1 2 3 4 എന്നും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ ഗ്രാഫ്, അതായത് കാർഡിനാലിറ്റി ഓഫ് ദ വെർട്ടെക്സ് സെറ്റ്, ഓർഡർ ഓഫ് എ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എത്രയാണ്? എത്ര നമ്പർ ഓഫ് വെർട്ടിസസ് ആണ് വരുന്നത്? ഇറ്റ് ഇസ് ഈക്വൽ ടു 4. അതേപോലെ കാർഡിനാലിറ്റി ഓഫ് എഡ്ജസ് ഓർ ദ സൈസ് ഓഫ് ദ എഡ്ജ് ഫോർ ദ ഗ്രാഫ് G2 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 4. ഇനി ഇവിടെ ഓർഡർ ഓഫ് എ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ട്? ഇതിൽ നമുക്ക് എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? V1 V2 V3 V4 V5. അപ്പോൾ ദ കാർഡിനാലിറ്റി ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് ഇസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ദ ഗ്രാഫ് G3 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 5 ആണ്. ഇനി സൈസ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നതോ കാർഡിനാലിറ്റി ഓഫ് ദ എഡ്ജ് സെറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര എഡ്ജസ് വരുന്നുണ്ട്? E1 E2 E3 E4 E5 E6. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 6 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ചെറിയ എക്സാമ്പിൾ എടുത്തിട്ട് ഓർഡർ ഓഫ് എ ഗ്രാഫ് എന്താണ്, സൈസ് ഓഫ് എ ഗ്രാഫ് എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡെഫിനിഷൻ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറയേണ്ടത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് എന്താണ്? എപ്പോഴും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ആ ഒരു വേർഡ് ഇവിടെ വരുമ്പോൾ അതും ഒരു ഗ്രാഫാണ് എന്നുള്ളത് ഓർക്കണം. ഒരു സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ മൾട്ടിപ്പിൾ എഡ്ജസും വരാൻ പാടില്ല. നെയ്തർ ലൂപ്പ് നോർ മൾട്ടിപ്പിൾ എഡ്ജസ് എന്നാണ് പറയുന്നത്. അതിന് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. വിത്ത് നോ ലൂപ്സ് ആൻഡ് നോ മൾട്ടിപ്പിൾ എഡ്ജസ്. നെയ്തർ ലൂപ്സ് നോർ മൾട്ടിപ്പിൾ എഡ്ജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് എടുത്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കാണുന്ന ഈ ഗ്രാഫ്, ഇതൊരു ഗ്രാഫ് G1 G2 എന്ന് ഞാനിവിടെ 2 ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് ഒരു സിമ്പിൾ ഗ്രാഫ് ആണോ? അല്ല. കാരണം എന്താണ്? ഇതെന്തുകൊണ്ടാണ് സിമ്പിൾ ഗ്രാഫ് അല്ലാത്തത്? കാരണം അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? വേർട്ടിസസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാ വേർട്ടിസസ് അതൊരു ഗ്രാഫാണോ? ഗ്രാഫാണ്. കാരണം അതിൽ വേർട്ടിസസ് വരുന്നുണ്ട്. V1 V2 V3 V4 V5 വരുന്നുണ്ട്. അതും ഫൈനൈറ്റാണ്. നമ്പർ ഓഫ് എഡ്ജസ് നോക്കിക്കേ. E1 E2 E3 E4 E5 E6 E7 E8 വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസും ഫൈനൈറ്റാണ്. ഒരു ഫൈനൈറ്റ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതൊരു ഫൈനൈറ്റ് ഗ്രാഫാണ്. അപ്പോൾ അന്നേരം ഇതൊരു സിമ്പിൾ ഗ്രാഫാണോ? അല്ല, ഇതൊരു സിമ്പിൾ ഗ്രാഫ് അല്ല. എന്തുകൊണ്ട് അതൊരു സിമ്പിൾ ഗ്രാഫ് അല്ലാത്തത്? അപ്പോൾ അതൊരു സിമ്പിൾ ഗ്രാഫ് അല്ല എങ്കിൽ അതിന് കാരണം അതിൽ മൾട്ടിപ്പിൾ എഡ്ജസ് വരുന്നുണ്ട് അല്ലേ? ഇതിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ട്, പിന്നെ ലൂപ്പ്, സെൽഫ് ലൂപ്പും വരുന്നുണ്ട്. ഇവിടെ ഇതൊരു സെൽഫ് ലൂപ്പാണ്, ഇതൊരു മൾട്ടിപ്പിൾ എഡ്ജാണ്. പിന്നെ ഈ ഗ്രാഫ് G2 എടുക്കുമ്പോഴോ ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് വരുന്നുണ്ട്. E5 ഒരു സെൽഫ് ലൂപ്പാണ്. E1ഉം E2ഉം പാരലൽ എഡ്ജസ് ആണ്. മൾട്ടിപ്പിൾ എഡ്ജസ് അല്ലെങ്കിൽ പാരലൽ എഡ്ജസ്. സോ ഈ ഒരു ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ സിമ്പിൾ ഗ്രാഫായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? അപ്പോൾ ഇതിനെ ഒരു സിമ്പിൾ ഗ്രാഫായിട്ട് എങ്ങനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യും? ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ, ഇല്ലെങ്കിൽ ഇതുപോലെ ടഫായിട്ടുള്ള ഗ്രാഫ് തന്നാൽ നമുക്ക് സിമ്പിൾ ഗ്രാഫായിട്ട് ഡ്രോ ദ സിമ്പിൾ ഗ്രാഫ് ഫ്രം ദിസ് ഗ്രാഫ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലെ സിമ്പിൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അതിലെ ലൂപ്പും അതിലെ മൾട്ടിപ്പിൾ എഡ്ജസും നമ്മൾ റിമൂവ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ
The graph G1 and G2 are not simple graphs. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അത് ഒരു സിമ്പിൾ ഗ്രാഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റിമൂവ് ഓൾ ദ സെൽഫ് ലൂപ്സ്. ആ ഗ്രാഫിലുള്ള സെൽഫ് ലൂപ്പ് എല്ലാം റിമൂവ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിമൂവ് ഓൾ ദ പാരലൽ എഡ്ജസ്. അപ്പോൾ അത് അത്രയും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഗ്രാഫ് നോക്കിക്കേ, ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ? B1. അപ്പോൾ ഇതിലുള്ള സെൽഫ് ലൂപ്പും നമ്മുടെ എഡ്ജസും എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം E1ഉം E2ഉം പാരലൽ എഡ്ജസ് ആണ്. ഞാൻ ഒരെണ്ണം മാറ്റി വേണമെങ്കിൽ E1 ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ E2 ഇടാം, ഏത് വേണമെങ്കിലും എടുക്കാം. അതേപോലെ ഇവിടുത്തെ സെൽഫ് ലൂപ്പ് ഞാൻ റിമൂവ് ചെയ്തു, ഈ ഗ്രാഫിലെ പാരലൽ എഡ്ജും കൂടി ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വേർട്ടിസസ്, അതായത് പാരലൽ എഡ്ജസ് വരാൻ പാടില്ല, സെൽഫ് ലൂപ്പും വരാൻ പാടില്ല. അങ്ങനെ ഇല്ലാതെ വരുന്ന ഒരു ഗ്രാഫിൻ്റെ പേരാണ് സിമ്പിൾ ഗ്രാഫ്. അത് നിങ്ങളെപ്പോഴും ഓർത്തു വച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫാണ് കൂടുതലും നമുക്ക് ഇവിടെ പ്രോബ്ലംസിലൊക്കെ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കുന്നത്. സിമ്പിൾ ഗ്രാഫ് എടുത്തും ചിലർ ചെയ്യാറുണ്ട്, ചിലപ്പോൾ മൾട്ടിപ്പിൾ എഡ്ജസ് വരുന്നത്, സെൽഫ് ലൂപ്പ് വരുന്നത് ഒക്കെ വെച്ചും ചെയ്യാറുണ്ട്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും ഒന്ന് വരച്ച് വെക്കരുത്. കാരണം ഇവിടെ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ ലൂപ്പ് വരാൻ പാടില്ല, പാരലൽ എഡ്ജസും വരാൻ പാടില്ല. അത് രണ്ട് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കണം. ഓക്കെ. Or otherwise, a simple graph is a graph in which there is only one edge between a pair of vertices. ഇതിങ്ങനെയും ഈ ഡെഫിനിഷൻ പറയാം കേട്ടോ. എ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് is a graph in which there is only one edge. ഒരേ ഒരു എഡ്ജാണ് രണ്ട് വേർട്ടിസിന് ഇടയ്ക്ക് വരുന്നത്, അല്ലാതെ ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രാഫിൽ തന്നെ രണ്ട് വെറൈറ്റി ഗ്രാഫ്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ഉണ്ട്. ഒരെണ്ണം, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ഗ്രാഫും രണ്ടാമത്തത് അൺഡയറക്റ്റഡ് ഗ്രാഫുമാണ്. ഈ ഡയറക്റ്റഡ് ഗ്രാഫിന് വേറൊരു പേരുണ്ട്, അതാണ് ഡൈഗ്രാഫ്. മറക്കരുത്, ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡൈഗ്രാഫ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് നമ്മൾ ആ ഗ്രാഫിൽ ഡയറക്ഷൻ ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ അതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ആരോ മാർക്ക് ഇല്ലെങ്കിലോ അതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇതുവരെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിലോട്ട് വന്നില്ല. ഇതുവരെ നമ്മൾ നോക്കിയത് എല്ലാ ഗ്രാഫും എന്താണ്? അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിൽ വെർട്ടിസസ് ഉണ്ടാവണം, അതിൽ എഡ്ജസ് ഉണ്ടാവണം. ആൻഡ് ഓൾസോ എങ്ങനെയാണ് പറയുന്നത്? അതിന് ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ദ ഡയറക്ഷൻസ് ആർ ഗിവൺ ടു ഈച്ച് എഡ്ജ്. ഓരോ എഡ്ജിനും, ഒരു എഡ്ജിന് ഡയറക്ഷൻ ഇല്ലെങ്കിൽ അത് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിമ്പിൾ ഗ്രാഫ് എടുക്കാം. അപ്പോൾ ഞാനൊരു 4 വെർട്ടെക്സ് ഉള്ള ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. V1, V2, V3, V4 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആരോ ഡയറക്ഷൻ V1 to V2, V2 to V4, V4 to V3, V3 to V1 എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ G ഈക്വൽ ടു V, E ബി എ ഗ്രാഫ്. അപ്പോൾ നമ്പർ ഓഫ് വെർട്ടിസസ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? അപ്പോൾ ഇതിൽ കാർഡിനാലിറ്റി ഓഫ് V എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ്, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ദ ഗ്രാഫ്, ഈക്വൽ ടു എത്ര വരുന്നുണ്ട്? V1, V2, V3, V4. ആൻഡ് കാർഡിനാലിറ്റി ഓഫ് E, number of edges, that is equal to the size of the graph, that is equal to how many edges? It is also equal to 4. ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിൽ ഓരോ എഡ്ജിനും ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ, എല്ലാ എഡ്ജിനും അതിൽ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ പേര് ഡയറക്റ്റഡ് ഗ്രാഫ് എന്നാണ്. ഇനി അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലോ എ ഗ്രാഫ് ഇൻ വിച്ച് ദ ഡയറക്ഷൻസ് ആർ നോട്ട് ഗിവൺ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയതെല്ലാം അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് തന്നെയാണ്. അപ്പോൾ ഡയറക്ഷൻ ഇല്ലാതെ ഒരു ഗ്രാഫാണ് തരുന്നതെങ്കിൽ അത് അൺഡയറക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഇത് അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഇതിൽ ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ, അതായത് ഇതേ സെയിം ഗ്രാഫിനെ നമുക്ക് ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുവാണ്, സപ്പോസ് ഐ എം ഡിനോട്ടിങ് ദിസ് ആസ് ABCD എന്ന് കൊടുക്കുവാണ്. അപ്പോൾ A to B, B to C, C to D, എന്നിട്ട് ഇവിടെ നിന്ന് C to A എന്നിങ്ങനെ ഞാൻ ആരോ മാർക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ഗ്രാഫ് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. റിമെമ്പർ ദാറ്റ്. ഇത് ഡയറക്ഷൻ ഇല്ല എന്നുള്ളത് കാരണം ഇത് അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഇതെന്താണ്?
ഇത് ഡയറക്റ്റഡ് ഗ്രാഫാണ്, കാരണം ഇതിൽ നമ്മൾ ഡയറക്ഷൻസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. സോ റിമെമ്പർ ദ ഡിഫറൻസ്. ഇത് നമ്മൾ രണ്ടും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കേണ്ട ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ആണ്. ഇനി അടുത്തത് എം ടി ഗ്രാഫ്. എം ടി ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? എം ടി ഗ്രാഫ് മീൻസ്, എം ടി ഗ്രാഫ് നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞു അല്ലേ? നമുക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്, എന്നാലും ഒന്നും കൂടെ ഞാനിവിടെ ഓർക്കാണ്ട് എഴുതിപ്പോയതാണ്. എം ടി ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? വെറുതെ ആ ഗ്രാഫിൽ എഡ്ജസ് ഉണ്ടാവില്ല, അതായത് ഓൺലി വെർട്ടിസസ് മാത്രം വരുന്നതാണെങ്കിൽ അത് എം ടി ഗ്രാഫ്. ഇതിന് വേറൊരു പേരുണ്ട്, അതെന്താണ്? ഇതിന് വേറൊരു പേരാണ് നൾ ഗ്രാഫ്. റിമെമ്പർ ദാറ്റ് എം ടി ഗ്രാഫ് ഈസ് അതർവൈസ് നോൺ ആസ് നൾ ഗ്രാഫ്. സോ ആൾറെഡി നമ്മൾ ട്രിവിയൽ ഗ്രാഫ് നോക്കി, നൾ ഗ്രാഫ് നോക്കി, ഐസൊലേറ്റഡ് വെർട്ടെക്സ് നോക്കി. ട്രിവിയൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു വെർട്ടെക്സ് അതിൽ എഡ്ജസ് ഇല്ല എങ്കിൽ, അതായത് 1,0 എന്ന ഫോർമാറ്റ് ആണെങ്കിൽ അത് ഒരു ട്രിവിയൽ ഗ്രാഫ്. ഇനി എം ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ only vertices but no edges. And what is isolated vertex? ഇപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ, സപ്പോസ് ഇഫ് എ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്, ദർ ഇസ് വൺ വെർട്ടെക്സ്, ഒരു വെർട്ടെക്സ് മാത്രം മറ്റ് വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് അല്ല എങ്കിൽ ആ ഗ്രാഫിൻ്റെ പേര്, അതായത് ഈ ഒരു വെർട്ടെക്സിൻ്റെ പേര്, ആ ഗ്രാഫിലെ ആ ഒരേ ഒരു വെർട്ടെക്സിൻ്റെ പേരാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഈ 3 കാര്യങ്ങളും എപ്പോഴും നമ്മൾ ഓർത്ത് വച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, മറക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.